പൊത്തിഫറിൻ്റെ കാരാഗ്രഹത്തിൽ ജോസഫിന് എന്തു പറ്റി? ജയിലധികാരി ജോസഫിൻ്റെ സദ്ഗുണങ്ങൾ കണ്ട് സംപ്രീതനായി അവനെ കാരാഗ്രഹത്തിലെ എല്ലാ ചുമതലകളും ഏൽപ്പിച്ചു കൊടുത്തു. അവൻ ജയിലധികാരിക്ക് വിധേയനായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു ദിവസം ഫറവോയുടെ പാചകപ്രമാണിയും പാനപാത്രവാഹകനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒരു ദിവസം ഇരുവരും ദുഃഖിതരായി കാണപ്പെട്ടു. ജോസഫ് ചോദിച്ചു, എന്തു പറ്റി? ഞങ്ങളോരോ സ്വപ്നങ്ങൾ കണ്ടു, പക്ഷേ അത് വിശദീകരിക്കാൻ, അതിൻ്റെ അർത്ഥം പറയാൻ ആരുമില്ല. ജോസഫ് പറഞ്ഞു, സ്വപ്നം പറയൂ, ഞാൻ പറയാം. പാനപാത്രവാഹകൻ പറഞ്ഞു, ഒരു മുന്തിരി വള്ളിയിൽ നിന്ന് 3 ശാഖകൾ ഉണ്ടായി. അതിന്മേൽ പൂവും കായും, ആ കായ് മൂത്ത് പഴങ്ങളുമായി. ഞാൻ ആ പഴങ്ങൾ പറിച്ച് പിഴിഞ്ഞ് ഫറവോയ്ക്ക് കുടിക്കാൻ കൊടുത്തു. ജോസഫ് പറഞ്ഞു, 3 ദിവസത്തിനകം ഫറവോ നിന്നെ പഴയ ജോലിയിൽ നിയമിക്കും. അന്ന് എൻ്റെ കാര്യം ഓർക്കണം കേട്ടോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഫറവോയോട് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് സ്വതന്ത്രനാക്കണം. പാചകക്കാരൻ പറഞ്ഞു, 3 കുട്ട നിറയെ അപ്പവുമായി ഞാൻ പോവുകയായിരുന്നു ഫറവോയ്ക്ക് കൊടുക്കുവാൻ. പക്ഷേ ആകാശത്തിലെ പക്ഷികൾ വന്ന് അവ കുത്തിത്തിന്നു. ജോസഫ് പറഞ്ഞു, 3 ദിവസത്തിനകം ഫറവോ നിന്നെ തൂക്കിലേറ്റും, ആകാശത്തിലെ പക്ഷികൾ നിന്നെ കൊത്തിത്തിന്നും. ജോസഫ് പറഞ്ഞതുപോലെയെല്ലാം സംഭവിച്ചു. പക്ഷേ പാനപാത്രവാഹകൻ ജോസഫിൻ്റെ കാര്യം മറന്നുപോയി.